2018-19 ബജറ്റിലാണ് കീഴത്തൂർ പാലത്തിനു വേണ്ടി 12,20,00,000 രൂപ വകയിരുത്തിയത്. 2022 ഒക്ടോബറിലാണ് പാലം പണി ആരംഭിച്ചത്. പക്ഷേ പലവിധ തടസ്സങ്ങളുണ്ടായി കുറച്ച് നീണ്ടുപോകുന്ന അവസ്ഥയാണ് വന്നത്. ഇപ്പോൾ 205 മീറ്റർ നീളത്തിൽ 10.4 മീറ്റർ വീതിയോടെ ഇരുഭാഗത്തും 1.2 മീറ്റർ വീതിയിൽ നടപ്പാത കൂടി ഉൾക്കൊള്ളിച്ച് പാലം നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് വലിയ തോതിൽ നാട്ടുകാർ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. രണ്ട് ഭാഗത്തുമുള്ള നാട്ടുകാർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അഞ്ചരക്കണ്ടിപ്പുഴയിലെ പാലത്തിനടുത്ത് ബോട്ട് ജെട്ടി 1 മീറ്ററോളം മണ്ണിട്ടുയർത്തി ഇരുവശത്തുമുള്ള റോഡിന് നിർമ്മാണം ഇതെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതായാലും രണ്ട് പഞ്ചായത്തിലെയും ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് ഇവിടെ അതിലൂടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാലത്ത് ഏതൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് ധാരാളം നമ്മുടെ ദൃശ്യമാധ്യമ ക്യാമറകളെ കാണാൻ കഴിയും. ഇത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ പരിപാടിയാണിത്. ഇവിടെ ചില ക്യാമറകളുണ്ട്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയാണോ എന്ന് സംശയമാണ്. എന്താണ് അങ്ങനൊരവസ്ഥ വരാനിടയായത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന വൻകിട മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായി എങ്ങനെയെല്ലാം തമസ്കരിക്കാനാകും എന്നതാണ്, അത്തരം പ്രവർത്തനങ്ങൾ തമസ്കരിക്കാനാകും, ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റും. ഇനി അഥവാ അറിയിക്കേണ്ടി വന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ മറച്ചു വെച്ച് വക്രീകരിച്ച് തീർത്തും ദുരുപദിഷ്ടമായ ഭാഗം അവതരിപ്പിക്കുക. ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഇവിടെ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗം പേരും മാധ്യമരംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അത് അച്ചടി മാധ്യമമോ ദൃശ്യമാധ്യമമോ അല്ല എന്ന് മാത്രം. നിങ്ങൾ ഭൂരിഭാഗം പേരും ഇടപെടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. ആ ഇടപെടൽ ഇത്തരം ഘട്ടത്തിൽ ത്വരിതപ്പെടുത്താനാവണം. എന്താണോ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളുടെ പരിചയക്കാരിലടക്കം എല്ലാവരിലും എത്തിക്കാനുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടാകണം. അങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി പറയാൻ സാധിക്കുക എന്നുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ആ കടമ നിർവഹിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് പദ്ധതികളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.